ഇത് എന്താ കൈയ്യട്. ഏയ്, ഞാനൊരു കാര്യം പറയാം. 2 പിള്ളേരുടെ തന്തയാണ് ഞാൻ. നിന്റെ ഒരൊറ്റ കാര്യം കൊണ്ട് നീ ആവശ്യപ്പെട്ടോണ്ട് മാത്രമാണ് ഞാൻ പെൺവേഷം കെട്ടിയതെന്ന് അറിയാവോ? എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാനുള്ളതാ. പിള്ളേരെ കൊണ്ട് ഞാൻ ടൂർ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അമ്മാവൻ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഭയങ്കര നിർബന്ധമാണ്. എനിക്കാണ് കല്യാണം കഴിക്കേണ്ടത്. സത്യം പറഞ്ഞ എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പൊ നീ അമ്മാവനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവന്റെ ഒക്കെ. ഞാനൊരു പെണ്ണിവിടെ വിളിച്ചു വരുത്തും. അവക്ക് അമ്മാവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അവളെ കല്യാണം കഴിക്കും. ഇല്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ എനിക്ക് കല്യാണം ഇല്ല. അതൊക്കെ ഞാൻ നീ ഒരു കാര്യം നീ ചെയ്യേണ്ടതെന്നറിയോ? അമ്മാവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ ചെയ്യാന്ന്. നിന്നെ ഇഷ്ടമല്ല എന്ന് അമ്മാവൻ പറയണം. നിന്നെ ഇവിടുന്ന് ഇറക്കി വിട് എന്ന് അമ്മാവൻ പറയണം. അതൊക്കെ ഞാനേറ്റ്. നീ അകത്ത് പോയിട്ട് ഗ്ലാസ് 2 വെള്ളമൊക്കെ എടുത്തിട്ട് നീ പോയിട്ടോ. കാലിലാണെങ്കിൽ പണി ചെയ്ത് സിമന്റ്. രാജേഷേ, രാജേഷേ, ഓ രാജേഷേ, ഓ ഇതാണോ നമ്മളിതൊരു തറവാടിത്തോളം ഫാമിലിയാണ്. അപ്പൊ ഈ കാല് പൊക്കി കട്ടിലെ വെച്ച് ഇങ്ങനെ അതൊന്നും ഇവിടെ നടക്കത്തില്ല. അവളോട് പറ. കാല് താത്തി നോക്കി, നമ്മുടെ ഒരു തറവാടാണ്. അമ്മാവനൊന്നും ഇഷ്ടമല്ല. ഇതാണ് എന്റെ അമ്മാവൻ. ഞാൻ പറയാറില്ലേ, അമ്മാവൻ കാല വീഴ്, കാല വീഴ്, കാല വീഴ്, കാല. ഇവിടുത്തെ പിള്ളേരല്ലേടാ, ചിലപ്പോ അതൊന്നും അറിഞ്ഞോണമെന്നില്ല. നമ്മൾ പഴമക്കാരെ എനിക്കത് അറിയാം. അമ്മാവനാണോ ഷേവില്ലെന്നാ കൊച്ചിന് എനിക്കറിയാലോ കാര്യം. ഇവിടെ വന്നതല്ലേ അമ്മാവൻ അവളായിട്ടൊന്ന് സംസാരിക്കും. ഇന്നത്തെ ചായ എന്റെ കൈ കൊണ്ട്. കണ്ടോ ഒരു പെങ്കൊച്ച് വന്ന് കയറിയപ്പോ അവനങ്ങ് അടുക്കളൊക്കെ പറഞ്ഞ ഏറ്റെടുത്ത്. അതല്ല, ഇന്നത്തെ ചായ എന്റെ സ്പെഷ്യല്. അവള് വന്ന സന്തോഷത്തിന് നമ്മളിവിടെ ഒരു പുതിയ സംഭവം തുടങ്ങുമല്ലോ. അതിനിപ്പോ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പോവില്ലേ? ഞാൻ പറഞ്ഞേ മുഖകറ കേടാതിരണം കേട്ടോ. പിന്നെ പിന്നെ അവനല്ലേ? അതെ അമ്മ പറഞ്ഞു. രാജേഷേ, രാജേഷേ, രാജേഷേക്ക് വേണാ എന്നാമോ തൊടയെന്ന് കാലെടുക്കാൻ പറ. തൊടയെന്ന് കാലെടുത്ത് അമ്മാവൻ ഒറ്റക്കാലനായി പോകത്തില്ലേ? എന്നെ തൊടയെന്ന് അവിടെ കാലെടുക്കാൻ പറ. നമ്മുടെ കുടുംബത്തിൽ ചേർന്നതല്ല. അല്ല കാലെടുത്ത് നേരെ പുതിയ പിള്ളേരുടെ ഓരോരോ ന്യൂ ജനറേഷൻ. രാജേഷേ, ജിമ്മിന് പോകും. ആരോഗ്യം ശ്രദ്ധിക്കുന്ന പെൺകുട്ടികളെ എനിക്കിഷ്ടമാണ്. അങ്ങനെ വേണം നമ്മുടെ തറവാടിന്റെ. കേട്ടോ ഞാൻ ചായ എടുത്തേ. നീ സംസാരിക്കണം, ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ ഇടാമോ? ഇത് എന്റെ സ്പെഷ്യൽ അല്ലേ, എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ. ഓക്കെ. പേരെന്തായിരുന്നു? എന്റെ പേര് ശരണ്യ. ഓ, ശരണ്യ രാജേഷ്. എന്റെ മരുമോന് ചേർന്ന പേര്. എവിടാ മോന്റെ വീട്? എവിടാ? ഞാന് എറണാകുളത്താ. ഓ, എറണാകുളത്ത് അടുത്ത് തന്നെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും 2 പിള്ളേരും. രാജേഷേ, ഭാര്യയും 2 പിള്ളേരും വന്നു. വീട്ടിൽ ആരെന്ന് ചോദിച്ചു. ഭാര്യ എന്ന് പറഞ്ഞാലേ, ഭാര്യ എന്ന് പറയാൻ ഒരു അച്ഛന്റെ അമ്മ ഭാര്യയാണല്ലോ. പിന്നെ അവർ 2 മക്കള്. ഇവിടുത്തെ ഓരോ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഓരോ. ഞാൻ ചായ ഞാനിടാ അമ്മാവനെ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യല്ലേ ഇത്? അതെ, എന്റെ കൊച്ചു വന്നേക്കുമല്ലേ? ഓക്കെ, ഞാൻ വരാം.